എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് പായസമാണ്. ചില സ്ഥലത്ത് ചക്കരക്കിഴങ്ങ് എന്നും പറയും. അതാണിത്. തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ മുന്തിരി, തേങ്ങ കൊത്തി അരിഞ്ഞത്, കശുവണ്ടി, പാല്. എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് ചീകിയെടുത്തിട്ട് വേണം. തൊലിയൊക്കെ ചെത്തി കളഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കറൊക്കെ നമ്മൾ പിടിച്ചിട്ട് കളറ് മാറ്റം വരും. നമ്മൾ മധുരക്കിഴങ്ങൊക്കെ ഇതുപോലെ പൊടി പോലെ ചീകിയെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് പായസം തയ്യാറാക്കാൻ. പാൻ നല്ല ചൂടായിട്ട് നമുക്ക് അതിലേക്ക് ഒരു 1.5 സ്പൂണ് നെയ്യിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ ബാക്കി കശുവണ്ടി മുന്തിരി ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒരുവിധമായി വന്നിട്ടുണ്ട്. അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി, മുന്തിരിയും തേങ്ങയും എല്ലാം നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇരുന്നിട്ട് മാറ്റാം. അതിലേക്ക് നമുക്ക് ചീകി വെച്ച മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതൊന്ന് ചെറു തീയിൽ കുറച്ച് നേരം വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. മധുരക്കിഴങ്ങ് വെന്താന്നൊന്ന് തുറന്ന് നോക്കാം. മധുരക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച ശവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. മധുരമൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതലിടാം. ഞാൻ കുറച്ച് മധുരം യൂസ് ചെയ്തിട്ടുള്ളൂ. 1.5 സ്പൂണ് ഏലക്ക പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കിയെടുക്കുക. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായസമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ശവ്വരിയും മധുരക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. മധുരക്കിഴങ്ങ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച കശുവണ്ടിയും മുന്തിരിയും തേങ്ങാക്കൊത്തൊക്കെ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരക്കിഴങ്ങ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.